ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ തൊണ്ടി മുതൽ ഇനിയും കണ്ടെത്താനാകാതെ SIT. എത്രമാത്രം സ്വർണം നഷ്ടമായെന്നതിലും അന്വേഷണം അവസാനിക്കാറാകുമ്പോഴും വ്യക്തതയില്ല. അതിനിടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളെ ചോദ്യം ചെയ്യുന്ന അവകാശവാദവുമായി ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തനിക്ക് ലഭിച്ച 475 ഗ്രാം സ്വർണത്തിന്റെ വിലയായി 14.97 ലക്ഷം രൂപ 2019 തന്നെ തിരിച്ചടച്ചെന്നാണ് രേഖകൾ സഹിതം അവകാശപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, അന്വേഷണം അവസാന ഘട്ടത്തിലെത്തുമ്പോഴും ഇപ്പോഴും തൊണ്ടി മുതൽ കണ്ടെത്താൻ SITക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയായി, വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ഇനി അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കും? കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ? തീർച്ചയായും കൂടുതൽ അന്വേഷണം ഊർജിതമാക്കി തന്നെയാണ് SIT മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതായത് 2020 ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിൻ്റെ ഈ ഒരു കമ്മിറ്റിയിലുണ്ടായിരുന്ന 2 അംഗങ്ങൾ, അതായത് വിജയകുമാറും ഒപ്പം തന്നെ ശങ്കർദാസും, ഇവരെയൊക്കെ അന്ന് എന്തുകൊണ്ട് ഇതിൽ കൃത്യമായി ചോദ്യം ചെയ്തില്ല, ഒപ്പം തന്നെ അവരെയും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. സ്വാഭാവികമായും അന്ന് ഇവർ മൊഴി നൽകിയിരുന്നത് എല്ലാം ചെയ്ത് പത്മകുമാറാണ് എന്നുള്ളതായിരുന്നു. ഇത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനാകുമെന്നുള്ള ചില സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ SIT തന്നെ ഇവരെ കൂടി ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. ഒരു വേഗത ഈ അന്വേഷണത്തിന് കൈവന്നതും ഇതിന് പിന്നാലെയാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഗോവർദ്ധൻ്റെയും ഒപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ അടക്കം അറസ്റ്റ് ഇതിന് പിന്നാലെ തന്നെയാണ് ഉണ്ടാവുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും ഈ അന്വേഷണത്തിലൊരു കൃത്യമായ മറുപടി, അതായത് തൊണ്ടി മുതൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം നൽകാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ഇതുവരെയും SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇതിനോടകം തന്നെ ഈ ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് 474 ഗ്രാം സ്വർണവും 109 ഗ്രാം സ്വർണം അല്ലാതെയും കണ്ടെത്തിയിരുന്നു. പക്ഷേ ഇവയൊക്കെ ഇതിന് പകരമായി കണ്ടെത്തിയിട്ടുള്ള സ്വർണം മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. അത് ഈ തൊണ്ടി മുതൽ അല്ല എന്നുള്ളതാണ് ഏറ്റവും കുഴപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ കളവ് പോയി എന്ന് കരുതപ്പെടുന്ന 1.5 കിലോയോളം വരുന്ന സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കണ്ടെത്താൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഏകദേശം 3 ആഴ്ച മാത്രമാണ് ഈ ഒരു അന്വേഷണത്തിന് സമയം അനുവദിച്ചിരിക്കുന്നത്. ഈ കാലയളവിനുള്ളിൽ തന്നെ ഇവ കണ്ടുപിടിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റെവിടേക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും SIT പരിശോധിച്ച് വരികയും ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ED ഈ ഒരു കേസിൻ്റെ ഭാഗമായി വന്ന സാഹചര്യത്തിൽ മറ്റു തലത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. നിലവിൽ ഈ ഗോവർദ്ധൻ നൽകിയിട്ടുള്ള ചില മൊഴികളുണ്ട്. അതായത് ഈ ജാമ്യം അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയെ ഗോവർദ്ധൻ സമീപിക്കുമ്പോൾ അവിടെ ചില തെളിവുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട ഗോവർദ്ധൻ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് 2020 താൻ പശ്ചാത്തപിച്ചുകൊണ്ട് പശ്ചാത്താപം എന്ന രീതിയിൽ 10 പവൻ സ്വർണം നൽകിയിരുന്നു. ഇതടക്കം ഇത്തരത്തിൽ ഇതിൻ്റെ മഹസറിലോ അല്ലെങ്കിൽ അവിടുത്തെ രേഖകളിലോ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഈ അന്വേഷണം നടക്കുന്നതിന് ഏകദേശം 2 വർഷം മുമ്പ് മാത്രമാണ്, അതായത് ഈ 2 മാസം മുമ്പ് മാത്രമാണ് ഈ 10 പവൻ സ്വർണത്തിൻ്റെ അടക്കം കാര്യങ്ങൾ ഈ മഹസറിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഇത്രയും വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ലഭ്യമാകുമ്പോൾ അവ ചില നടപടിക്രമങ്ങളുണ്ട്. അത് മഹസറിൽ രേഖപ്പെടുത്തും. ഒപ്പം തന്നെ തിരുവാഭരണ കമ്മീഷന് ഇത് കൈമാറുക എന്നുള്ളതൊരു ചട്ടമെന്ന രീതിയിലുണ്ട്. അതിനുശേഷം ലോക്കറിലേക്ക് മാറ്റേണ്ടതാണ് എങ്കിൽ അത് ലോക്കറിലേക്ക് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണം നൽകിയത് ഇത്തരത്തിൽ മാളികപ്പുറത്തിലേക്കാണ്. അവിടെയാണ് ഈ ഒരു മാല സമർപ്പിക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇതിനോടകം തന്നെ ഈ തന്നിൽ നിന്ന് പിടിച്ചെടുത്ത 474 ഗ്രാം സ്വർണം അത് തന്നെ ഭീഷണിപ്പെടുത്തിയാണ് SIT വാങ്ങിച്ചെടുത്തത്. തന്നെ കബളിപ്പിക്കുകയായിരുന്നു. ഇവ ഏകദേശം 80 ലക്ഷത്തോളം മൂല്യം വരുന്ന സ്വർണമാണ് തൻ്റെ പക്കൽ നിന്ന് കൊണ്ടുപോയത്. ഇത് പിന്നീട് ഇവിടെ നിന്ന്, അതായത് ശബരിമലയിൽ നിന്ന് അതായത് കൊള്ളയടിച്ച ഈ സ്വർണ്ണമാണെന്ന് വരുത്തി തീർക്കാൻ SIT ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ള ചില ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഗോവർദ്ധൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. മറ്റൊന്ന്, ചില കണ്ടെത്തലുകൾ SITയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവർ 3 പേരും ദീർഘകാലങ്ങളായി ഇത്തരത്തിൽ ഒരു സംഘമായി പ്രവർത്തിക്കുകയായിരുന്നു. പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഗോവർദ്ധനും ഏകദേശം 15 വർഷത്തോളമായി അവർക്ക് പരിചയമുണ്ട്. ദീർഘകാലമായിട്ടുള്ള ബന്ധങ്ങൾ തന്നെയാണ്. പിന്നീട് ഇവർ 3 പേരും ചേർന്ന്
കൊണ്ട് തന്നെയാണ്, ഈ ഒരു സംഘമായി പ്രവർത്തിച്ചു കൊണ്ട് തന്നെയാണ് ഇവ ഈ ഉരുപ്പടികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റുന്നതിന് ഏകദേശം 6 മാസം മുമ്പ് ഇതിന് ഗൂഢാലോചനകൾ നടന്നു. അതിനു മുമ്പ് കൃത്യമായി പ്ലാനിങ്ങൾ നടന്നു. അതിനുശേഷമാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തതെന്നുള്ള ചില കണ്ടെത്തലുകൾ SITയുടെ ഭാഗത്തുനിന്നുണ്ട്. അതിന് ഈ ദേവസ്വം ബോർഡും ഒക്കെ കൂട്ടുനിന്നു എന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടിയുണ്ട്. നേരത്തെ ഗോവർദ്ധൻ അടക്കം ഇക്കാര്യത്തിൽ തനിക്കൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ പറയുകയും ചെയ്യുന്നത്. നേരത്തെ ബംഗളൂരുവിലും ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് എത്തിച്ച് ഇവരെയൊക്കെ ചോദ്യം ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തതായിരുന്നു. പിന്നാലെയാണ് കൂടുതൽ അന്വേഷണത്തിലേക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതി കൂടി ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചതിന് പിന്നാലെ SIT കൂടുതൽ നടപടികളിലേക്ക്, കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും കൂടുതൽ വേഗം ഇതിനൊരു വരി കൈവരിക്കുകയും ചെയ്തതെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് പങ്കജ് ഭണ്ഡാരിയെയും ഒപ്പം തന്നെ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തും. കൂടുതൽ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കം വരും മണിക്കൂറുകളിലൊക്കെ തന്നെ വരുന്നത്, അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും കണ്ടെത്താനാകാത്ത പശ്ചാത്തലം, ഈ 1.5 കിലോ സ്വർണം, ഈ തൊണ്ടിമുതൽ എന്ന് പറയുന്ന 1.5 കിലോളം സ്വർണം ഇതുവരെയും എവിടെയാണ്, അല്ലെങ്കിൽ അത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നടക്കമുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ഇതുവരെയും SITക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 3 ആഴ്ച കൂടി മാത്രമേ SITക്ക് ഇനി സമയമുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ശരി, MJ മിഥുനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.